Hello my dear friends, welcome to our channel Kannoor's Kitchen. ഞാൻ സുധ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ പ്രഷർ കുക്കറിൽ എങ്ങനെയാണ് വെജിറ്റബിൾ ബിരിയാണി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനാകപ്പാടെ കുറച്ച് വെജിറ്റബിൾസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. കൂടുതൽ വെജിറ്റബിൾസ് വേണമെന്ന് വിചാരിച്ച് ബേജാറടിക്കണ്ട. അതുപോലെ ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ അത്രയും ഈസിയാണ്. പ്രഷർ കുക്കറിലാകുമ്പോഴത്തേക്കും അത് വളരെ സമയം കുറഞ്ഞ ഒരു പ്രോസസ്സാണ്. അപ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ഒരു വെജിറ്റബിൾ ബിരിയാണി പ്രഷർ കുക്കറിൽ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വീഡിയോ കാണാം. ബസ്മതി റൈസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. 2 കപ്പ് ബസ്മതി റൈസാണ് എടുത്തത് ഈ ഒരു കപ്പിന്. ഇനി ഒരു 3-4 പ്രാവശ്യം ഇത് നന്നായിട്ട് കഴുകിയെടുക്കട്ടെ. നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഇത് കുതിർത്തിട്ടു ഒരു 20 മിനിറ്റ് ഇതവിടുന്ന് കുതിരട്ടെ. അപ്പോൾ 20 മിനിറ്റിന് ശേഷം നമുക്കിത് കഴുകിയിട്ട് ഒരു അരിപ്പയിൽ ഇട്ട് വെക്കാം, വെള്ളമൊക്കെ ഊർന്നു പോവാൻ. ഇത് അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് പ്രഷർ കുക്കറിലാണ് ഇത് കുക്ക് ചെയ്യുന്നത്. പ്രഷർ കുക്കർ എടുത്തിട്ട് സ്റ്റവ് ഓൺ ചെയ്യട്ടെ. കുക്കർ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. 1 ടീസ്പൂൺ നമ്മുടെ പശു നെയ്യ് കൂടി ഇതിലേക്ക് ചേർക്കാം, നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഓയിൽ ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ചേർക്കുവാണ്. അതിൽ 1 ടീസ്പൂൺ സാജീരകം, ഒരു 5 ഏലക്ക, ഒരു 2 കഷ്ണം ചെറിയ പട്ട, ഒരു 4 ഗ്രാമ്പു ഇത്രയും ചേർത്ത് കൊടുക്കാം. 4 പച്ചമുളക് നെടുക്ക് കീറിയത് കൂടി ചേർക്കാം. 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. 1 മിനിറ്റ് അത് വഴറ്റിയതിന് ശേഷം 2 മീഡിയം സൈസിലുള്ള സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം ഒരു 2 മിനിറ്റ് ഈ സവാള ഒന്ന് വഴറ്റി കൊടുക്കണം. സവാള 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം ഒരു 3 മിനിറ്റ് ഇത് വഴറ്റി കൊടുക്കണം, എല്ലാത്തിൻ്റെയും പച്ചച്ചവ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. 3 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് ഓരോരോ പച്ചക്കറികളായി ചേർത്ത് കൊടുക്കാം. ആദ്യത്തേത് 1 കപ്പ് ക്യാരറ്റ് നന്നായി ചോപ്പ് ചെയ്തതാണ്, 1 കപ്പ് ക്യാപ്സിക്കം ചോപ്പ് ചെയ്തത്, ഒരു 1/2 കപ്പ് ഗ്രീൻ പീസാണിത്, ഫ്രോസൺ ആണ്, ഒരു 1/2 കപ്പ് ബീൻസാണ് അത് ചോപ്പ് ചെയ്തത്. അതിനുശേഷം ഒരു 3 മിനിറ്റ് കൂടി നമുക്കിത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 3 മിനിറ്റ് വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ബിരിയാണി മസാല ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ബിരിയാണി മസാലയാണ് ചേർത്തത്. എന്നതിന് ശേഷം ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ചേർക്കാം. അരി ചേർത്തതിന് ശേഷം ഒരു 3 മിനിറ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അങ്ങനെയാകുമ്പോൾ അരി ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല, നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ. ഇനി നമുക്കിതിന് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ചേർക്കേണ്ടത്. നമ്മൾ ഈ ഒരു കപ്പിന് 2 കപ്പ് അരിയാണ് എടുത്തത്. അപ്പോൾ 1 കപ്പിന് 1.25 കപ്പ് വെള്ളം, അങ്ങനെയാണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ 2 കപ്പിന് 2.5 കപ്പ് വെള്ളം ഇത്രയാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. അപ്പോൾ 2.5 കപ്പ് വെള്ളം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് നമ്മൾ ചേർക്കേണ്ടത് ഒരു പകുതി ചെറുനാരങ്ങയുടെ ജ്യൂസാണ്, അത് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. ഇനി നമ്മൾ ഇതുവരെയായിട്ട് ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, കുറവാണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. ഇനി നമുക്ക് ഈ കുക്കറിൻ്റെ അടപ്പിട്ട് കൊടുക്കാം. അടപ്പിട്ടതിന് ശേഷം ഒരു വിസിൽ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. പ്രഷർ കുക്കറിൽ ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിടാം. വിസിൽ വന്നിടുന്നത് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്. അപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടിട്ടാണ് ഉള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രഷർ പോയതിന് ശേഷമാണ് ഇത് തുറന്നു നോക്കേണ്ടത്. അപ്പോൾ പ്രഷർ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്കിത് തുറക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. താഴെ മുതൽ ചോറിങ്ങനെ എടുക്കണം. ഒട്ടും തന്നെ അധികം വെന്ത് പോയിട്ടില്ല, കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല, കറക്റ്റ് പാകമാണ്. പ്രഷർ കുക്കറിൽ വളരെ ഈസി ആയിട്ട് നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്ക് ഒരു തൈര് സാലഡും കുറച്ച് അച്ചാറും അല്ലെങ്കിൽ ഒരു പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാം. അധികം മസാലയൊന്നും ചേർക്കാത്തത് കൊണ്ട് നമുക്ക് മടുപ്പൊന്നും കാണില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യുക.
അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിന് ശേഷം വരുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ കിട്ടുന്ന ഓപ്ഷനിൽ 3 ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീണ്ടും മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ സുധ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.